ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. പിന്നെ ഏതൊക്കെ അപ്ഡേറ്റുകളാണ് നോക്കുന്നതിന് മുമ്പേ ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുകൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലുള്ള OTT അപ്ഡേറ്റുകളും മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. അപ്പം ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇന്ന് ഡിസംബർ മാസം 31. അപ്പോൾ ഇനി എന്താ പറയുക, അടുത്ത വർഷം പിറക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു മണിക്കൂർ കൂടിയേ ബാക്കിയുള്ളൂ. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ ഒരു മണിക്കൂർ കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരാണ്. അടുത്ത വർഷം പിന്നെ നല്ല നല്ല സംഭവങ്ങളൊക്കെ ഉണ്ടാവട്ടെ, നല്ല നല്ല സിനിമകളൊക്കെ ഉണ്ടാവട്ടെ, എല്ലാവർക്കും നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളുടെ അപ്ഡേറ്റുകളാണെന്ന് നോക്കാം. അതിലൊന്നാമത്തെ സിനിമ എന്നുള്ളത് സിജു വിൽസൺ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു പഞ്ചവത്സര പദ്ധതി എന്ന മലയാള സിനിമ. മനോരമ മാക്സ് വഴി ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് നമ്മുടെ വിജയ് സേതുപതി, സൂരി, മഞ്ജു വാര്യർ എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട തമിഴ് മൂവിയായിരുന്നു വിടുതലൈ പാർട്ട് 2 എന്ന് പറഞ്ഞ സിനിമ. 2 ആഴ്ചയായിട്ടുള്ള സിനിമ തിയേറ്റർ റിലീസ് ചെയ്തിട്ട് ഇപ്പോൾ ഈ സിനിമയുടെ ലോ ക്വാളിറ്റി HD പ്രിന്റ് എൻഡൂസ് OTT പ്ലാറ്റ്ഫോം വഴി റിലീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തത് പറഞ്ഞാൽ അഭിഷേക് ബച്ചൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ് ഐ വാണ്ട് ടു ടോക്ക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇന്ന് രാത്രി റെന്റ് ഓപ്ഷനിൽ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യുന്നുള്ള റൂമേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സർപ്രൈസ് റിലീസ് ആയിരിക്കും, ഇതുവരെ ഒരു ഒഫീഷ്യലായിട്ട് പുറത്തു വിട്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ അടുത്ത സിനിമ എന്നുള്ളത് മലയാളത്തിൽ റിലീസ് ചെയ്ത ഒരു സയൻസ് ഫിക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ഗഗനചാരി എന്ന് പറഞ്ഞ സിനിമ. ഗോകുൽ സുരേഷ്, അജു വർഗീസ്, അനാർക്കലി മരക്കാർ, ഗണേഷ് കുമാർ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം സിനിമയായിരുന്നു. നേരത്തെ ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ വന്നതാണ്. ഇപ്പോൾ ഈ സിനിമയുടെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. മനോരമ മാക്സ് വഴി ജനുവരി മാസം 3-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു ഫാന്റസി അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് വിക്ഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ റെന്റ് ഓപ്ഷനിൽ ഇന്ത്യക്ക് പുറത്തായിട്ട് ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആണ്. അടുത്തൊരു സീരീസ് ആണ്, ഒരു ഹിന്ദി ത്രില്ലർ സീരീസ് ആണ്. കിഡ്ലൻ സീരീസ് തന്നെയായിരുന്നു, ഫാമിലി മാൻ എന്ന് പറഞ്ഞ സീരീസ്. ഈ ഒരു സീരീസിന്റെ 2 സീസൺ ഇതിനു മുമ്പേ തന്നെ റിലീസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 3-ാമത്തെ സീസൺ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഇപ്പോൾ 3-ാമത്തെ സീസണിന്റെ ഷൂട്ടിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞ അപ്ഡേറ്റുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. എന്തായാലും 2025 വർഷത്തിൽ ഈ ഒരു സീരീസ് റിലീസ് ചെയ്യുന്നതാണ്. മറ്റ് അപ്ഡേറ്റുകളൊക്കെ വരുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയും സിനിമകളുടെ സീരീസുകളുടെയൊക്കെ അപ്ഡേറ്റുകളാണ് ഇന്ന് റിലീസ് ചെയ്തതും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമായിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ പിന്നെ ഡിസംബർ മാസം 31 ആയതുകൊണ്ട് തന്നെ നാളെ പുതിയൊരു വർഷം തുടങ്ങുന്ന ദിവസമായതുകൊണ്ട് തന്നെ, അതായത് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ സർപ്രൈസ് റിലീസുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആമസോൺ പ്രൈമിൽ സാധാരണ ആമസോൺ പ്രൈം ആണല്ലോ സർപ്രൈസ് റിലീസുകൾ ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും സർപ്രൈസ് റിലീസുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, മുഫാസ എന്ന് പറഞ്ഞ സിനിമ. മുഫാസ പറഞ്ഞ ആനിമേഷൻ അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു, ഇംഗ്ലീഷ് മൂവിയായിരുന്നു മുഫാസ ദ ലയൺ കിങ് എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയും ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ഇംഗ്ലീഷ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ, ഇന്ത്യക്ക് പുറത്താണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ നേരാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.